വിശദമായ വാർത്തയിലേക്ക്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിന്റെ ഭീകരവാദ ബന്ധം സംബന്ധിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത സ്ഥിരീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘ തലവൻ. ഷാരൂഖ് സൈഫിയുടെ ഭീകരവാദ ബന്ധം സ്ഥിരീകരിച്ചതായും പ്രതി ഹൈലി റാഡിക്കലൈസ്ഡ് ആണെന്നും എഡിജിപി എം.ആർ. അജിത് കുമാർ വ്യക്തമാക്കി. പ്രതി ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തിയതെന്നും പ്രാദേശിക സഹായം സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കാനാകില്ലെന്നും എഡിജിപി പറഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമായ സൂചനകൾ പ്രകാരം ഹൈലി റാഡിക്കലൈസ്ഡ് മൈൻഡ് സെറ്റ് ആയിരുന്നു ഈ പ്രതിക്ക് എന്ന് കൃത്യമായ സൂചനകൾ നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പാണ് ATS-നെ ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ATS ഇയാളെ പിടികൂടുന്ന സമയത്ത് തന്നെ വിശദമായി കുറച്ച് സമയം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ചോദ്യം ചെയ്യുന്നത് ലഭ്യമായ സൂചനകളും ഒപ്പം തന്നെ ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ വിശദമായി പരിശോധിക്കുകയും ചെയ്തതിൽ നിന്നാണ് ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 6-ന് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിനെയും ദേശീയ അന്വേഷണ ഏജൻസിയെയും ഉദ്ധരിച്ചുകൊണ്ട് ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തയാണ് 10 ദിവസങ്ങൾക്കിപ്പുറം കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ എഡിജിപി എം.ആർ. അജിത് കുമാർ സ്ഥിരീകരിച്ചത്. സംസ്ഥാന ഏജൻസീസും കേന്ദ്ര ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ബേസിസിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നടത്തിയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്നലെ ഈ പറഞ്ഞ സെക്ഷൻ ആഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇയാളാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. പുള്ളി റാഡിക്കലൈസ്ഡ് ആണ്. പുള്ളി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് വീഡിയോസ്, പ്രത്യേകിച്ച് സക്കീർ നായിക്ക്, ഇസ്സാർ അഹമ്മദ് എന്നൊക്കെ പറഞ്ഞ തുടങ്ങിയ ആൾക്കാരുടെ റാഡിക്കലൈസ്ഡ് ആൾക്കാരുടെ വീഡിയോസും മറ്റുമൊക്കെ നിരന്തരമായി നോക്കിയ ആളായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. പ്രതിയുടെ ഭീകരവാദ ബന്ധം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഷഹീൻ ബാഗിലടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധനയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഷാരൂഖിന് +2 വിദ്യാഭ്യാസം മാത്രമാണുള്ളതെന്നും പ്രാദേശിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ട കാര്യമായതിനാൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഈ ഘട്ടത്തിൽ തയ്യാറല്ലെന്നും എഡിജിപി വ്യക്തമാക്കി. കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ കാലം അന്വേഷണം അത് അത്തരം കാര്യങ്ങൾ നമുക്കിപ്പോൾ വെളിവാക്കാൻ പറ്റില്ല. അതേസമയം കേസിൽ UAPA ചുമത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറും. തുടർന്ന് കേന്ദ്ര സർക്കാരാകും ദേശീയ അന്വേഷണ ഏജൻസിക്ക് എലത്തൂർ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാനുള്ള അനുമതി നൽകുക. ദിവസങ്ങൾ മാത്രം നീളുന്ന ഔദ്യോഗിക നടപടിക്രമങ്ങൾക്കിപ്പുറം കേസ് അന്വേഷണം NIA ഏറ്റെടുക്കുമെന്നാണ് വിവരം. ന്യൂസ് 18 കോഴിക്കോട്. താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസിയായ ഷാഫിയെ മോചിപ്പിച്ചു. കൊട്ടേഷൻ സംഘം മൈസൂരുവിൽ ഷാഫിയെ ഇറക്കിവിടുകയായിരുന്നു. ഇവിടെ നിന്ന് ബസ്സിൽ ഉച്ചയോടെ ഷാഫി ബസ്സിൽ താമരശ്ശേരിയിലേക്ക് എത്തുകയായിരുന്നു. മോചനത്തിന് ശേഷമുള്ള ശബ്ദ സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. എല്ലാവരും കൂടി തന്നെ ചതിച്ചുവെന്ന് ഷാഫി ഓഡിയോയിൽ പറയുന്നുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. എല്ലാരും കൂടെ എന്നെ ചതിച്ച്, ആരും എന്നെ മൈൻഡ് ചെയ്തില്ല. എന്റെ ജ്യേഷ്ഠൻ പോലും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോ എനിക്ക് കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്ക് കൊടുക്കാനുള്ള ഹക്ക് മാത്രമാണ് ഇവർ ചോദിക്കുന്നത്. ഏതായാലും ഞാൻ സുരക്ഷിതമായുള്ള ഒരു സ്ഥലത്ത് ഞാൻ എത്തി, അൽഹംദുലില്ലാ. ഷാഫിയെ കൊട്ടേഷൻ സംഘം മോചിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ഷാഫിയുടെ ചിത്രവും ന്യൂസ് 18 ലഭിച്ചു. ഷാഫി ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നാണ് സൂചന. കൊട്ടേഷൻ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഷാഫി പണം നൽകിയതായും സൂചനയുണ്ട്. ഈ മാസം 7-നാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത്. അബ്ദുൽ നാസർ മദനിക്ക് കേരളത്തിലേക്ക് വരാൻ സുപ്രീം കോടതിയുടെ അനുമതി. മദനിക്ക് ജാമ്യ വ്യവസ്ഥയിൽ സുപ്രീം കോടതി ഇളവ് അനുവദിച്ചു. ജൂലൈ 10 വരെ കേരളത്തിൽ തങ്ങാം. കർണാടക പോലീസിന്റെ സുരക്ഷയിലാകും കേരളത്തിലെത്തുക. അച്ഛനെ കാണാനും ചികിത്സ സംബന്ധിച്ച ആവശ്യങ്ങൾക്കും കേരളത്തിൽ പോകാൻ അനുമതി നൽകണമെന്ന് മദനി സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. കർണാടക പോലീസ് മദനിയെ അനുഗമിക്കും. പോലീസ് സുരക്ഷയുടെ ചെലവ് മദനി വഹിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവാദങ്ങളിൽ വിശദീകരണവുമായി ലോകായുക്തയുടെ അസാധാരണമായ വാർത്താക്കുറിപ്പ്. പിണറായി വിജയന്റെയല്ല, മുഖ്യമന്ത്രിയുടെ ഇഫ്താറിൽ പങ്കെടുത്തതെന്നാണ് ലോകായുക്തയുടെ വിശദീകരണം. പരാതിക്കാരനെ പേപ്പട്ടിയെന്ന് ആക്ഷേപിച്ചിട്ടില്ല. എന്നാൽ വാർത്താക്കുറിപ്പ് വിചിത്രമാണെന്ന് ഹർജിക്കാരനായ RS ശശികുമാർ പ്രതികരിച്ചു. കേരള മുഖ്യമന്ത്രി ആതിഥ്യമരുളിയ ഔദ്യോഗിക ഇഫ്താർ വിരുന്നിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ എന്നിവരും മുഖ്യമന്ത്രിയുടെ ഇഫ്താറിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയും ലോകായുക്തയും സ്വകാര്യ സംഭാഷണം നടത്തിയിട്ടില്ലെന്നും വിരുന്ന് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമല്ലെന്നും ലോകായുക്ത വിശദീകരിക്കുന്നു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ എന്നിവരുടെ ഔദ്യോഗിക വിരുന്നിൽ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ പങ്കെടുക്കുക സ്വാഭാവികമാണ്. ഔദ്യോഗിക വിരുന്നിൽ പങ്കെടുക്കുന്ന ജഡ്ജിമാർ സർക്കാരിന് അനുകൂലമായി വിധിയെഴുതുമെന്ന ചിന്ത അധമമാണെന്നും ലോകായുക്ത ചൂണ്ടിക്കാട്ടി.
RS ശശികുമാറിനെ പേപ്പട്ടി എന്ന് വിളിച്ചിട്ടില്ല. ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അത് പരാതിക്കാരന്റെ സുഹൃത്തുക്കളും മാധ്യമങ്ങളും ചേർന്ന് അദ്ദേഹത്തിന്റെ ശിരസിൽ തൊപ്പിയായി അണിയിച്ചെന്നുമാണ് വിശദീകരണം. നേരത്തെയുള്ള 3 അംഗ ബെഞ്ചിന്റെ അഭിപ്രായം പരാതി പരിശോധിക്കുന്ന 2 അംഗ ബെഞ്ച് അംഗീകരിക്കണമെന്ന വാദം ശരിയല്ലെന്നും കക്ഷികളുടെ ആഗ്രഹവും താൽപര്യവും അനുസരിച്ച് ഉത്തരവിടാൻ ലോകായുക്തയെ കിട്ടില്ലെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. വാർത്താക്കുറിപ്പ് വിചിത്രമെന്ന് RS ശശികുമാർ. ന്യായാധിപന്മാർ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്ന് ശരിയാണ്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നും ന്യായാധിപന്മാരെ പോലെ തന്നെ ഉത്തരവാദിത്വമുള്ളവരാണെന്നുള്ളൊരു ബോധം ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർക്കും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ലോകായുക്തയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ തെറ്റായ പരാമർശം പിൻവലിക്കുവാൻ തയ്യാറാക്കണം. ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് ന്യായാധിപന്മാർ ഇത്തരത്തിൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. സുപ്രീം കോടതിയിലെ ഒരു വിഭാഗം ജഡ്ജിമാർ നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയതും ഏറെ ചർച്ചയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അരിക്കൊമ്പൻ ദൌത്യത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. അരിക്കൊമ്പനെ മാറ്റാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടലിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത് ആരെന്നായിരുന്നു സർക്കാർ അഭിഭാഷകനോട് സുപ്രീം കോടതിയുടെ ചോദ്യം. വിദഗ്ധ സമിതിയാണെന്ന് സർക്കാർ വ്യക്തമാക്കി. തുടർന്ന് വിദഗ്ധ സമിതി അംഗങ്ങളുടെ പശ്ചാത്തലം സുപ്രീം കോടതി സർക്കാർ ഹർജിയിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുകയായിരുന്നു. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിദഗ്ധ സമിതിയിലുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. വിദഗ്ധ സമിതി നിർദ്ദേശം നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി കോടതി ഹർജി തള്ളുകയായിരുന്നു. ഇതോടെ ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാനത്തിന് നടപ്പിലാക്കേണ്ടി വരും. അരിക്കൊമ്പനെ മാറ്റിപ്പാർപ്പിക്കാൻ പറമ്പിക്കുളത്തിന് പകരം യോജിച്ച മറ്റൊരു സ്ഥലം സംസ്ഥാന സർക്കാർ കണ്ടെത്തണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവിലെ പരാമർശത്തിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അരിക്കൊമ്പനെ കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന നിലപാട് കേരളം സുപ്രീം കോടതിയിലും ആവർത്തിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് കത്തോലിക്ക സഭ പരമോന്നത കോടതിയുടെ ക്ലീൻ ചിറ്റ്. ഭൂമി ഇടപാടിൽ കർദിനാൾ വ്യക്തിപരമായ നേട്ടമുണ്ടാക്കിയിട്ടില്ലെന്നും അതിരൂപതയ്ക്കുണ്ടായ നഷ്ടം നികത്താൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നടപടി സ്വീകരിക്കണമെന്നും വത്തിക്കാൻ ഉത്തരവിൽ പറയുന്നു. എറണാകുളത്തെ വൈദികർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സഭാ കോടതിയുടെ അന്തിമവിധി. വത്തിക്കാൻ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ആശ്വാസകരമാണ് കത്തോലിക്ക സഭ പരമോന്നത കോടതിയുടെ വിധി. ഭൂമി ഇടപാടിലുണ്ടായ നഷ്ടം നികത്താൻ അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തിനയച്ച ഉത്തരവിൽ പറയുന്നു. ഭൂമി ഇടപാടിൽ കർദിനാൾ വ്യക്തിപരമായ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. സ്ഥലമിടപാടിൽ ഈടായി ലഭിച്ച കോട്ടപ്പടിയിലെയും ദേവികുളത്തെയും ഭൂമി വിറ്റ് നഷ്ടം നികത്തണം. അതല്ലെങ്കിൽ ആ ഭൂമി അതിരൂപതയുടെ വസ്തുവായി കണക്കാക്കാം. നേരത്തെ തന്നെ ഭൂമി ഇടപാടിലെ നഷ്ടം നികത്തണമെന്ന് വത്തിക്കാന്റെ ഉത്തരവുണ്ടായിരുന്നു. അതിനായി അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായി മാർ ജേക്കബ് മണത്തോടത്തിനെയും പിന്നീട് മാർ ആന്റണി കരിയിലിനെയും വത്തിക്കാൻ നിയമിച്ചിരുന്നു. എന്നാൽ അന്ന് വൈദിക സമിതി ഭൂമി വിൽക്കാനുള്ള നീക്കത്തെ എതിർത്തു. ആലഞ്ചേരി സ്വമേധയാ നഷ്ടം നികത്തണമെന്നായിരുന്നു വിമത വിഭാഗത്തിന്റെ വാദം. ഇതിനായി വൈദികർ പിന്നീട് വത്തിക്കാന് അപ്പീൽ നൽകി. ആ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വത്തിക്കാന്റെ അന്തിമ വിധി വന്നിരിക്കുന്നത്. നഷ്ടം നികത്തേണ്ടത് കർദിനാൾ ആലഞ്ചേരി വ്യക്തിപരമായല്ല. അതിരൂപത ഭരണസമിതി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും അപ്പസ്തോലിക് ന്യൂൻഷോ അയച്ച കത്തിൽ പറയുന്നു. അതിരൂപത നേരത്തെ നിയമിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് സഭാ കോടതിയുടെ നടപടി. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. കെഎസ്ആർടിസിയിൽ മാർച്ച് മാസത്തെ 2ാം ഗഡു ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് യൂണിയനുകൾ. ഏപ്രിലെ ശമ്പളം അടുത്ത മാസം 5-ന് മുമ്പ് ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ മെയ് 8-ന് പണിമുടക്കുമെന്ന് BMS യൂണിയൻ അറിയിച്ചു. യൂണിയനുകൾ വസ്തുതയറിയാതെയാണ് പ്രതിഷേധിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു മറുപടി നൽകി. മാർച്ച് മാസത്തെ ആദ്യ ഗഡു ശമ്പളം മാത്രമാണ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്. വിഷു, റംസാൻ കാലമായിട്ടും ബാക്കി ശമ്പളം വൈകിയതോടെ യൂണിയനുകൾ പ്രതിഷേധം കടുപ്പിച്ചു. ഏപ്രിലെ ശമ്പളം അടുത്ത മാസം 5-ന് മുമ്പ് ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ മെയ് 8-ന് പണിമുടക്കുമെന്ന് BMS യൂണിയൻ അറിയിച്ചു. എങ്ങനെയാണോ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്, അതേ മാതൃകയിൽ KSRTC-കാരനും ജോലി ചെയ്ത പണം അതിങ്ങനെ അരയും മുക്കാലും കാലുമാക്കാതെ മുഴുവനും നൽകണമെന്നാണ് പറയുന്നത്. അത് നടക്കാത്ത പക്ഷം അടുത്ത മാസം 5-ാം തീയതി കൃത്യമായി ശമ്പളം കൊടുത്തില്ല എങ്കിൽ എംപ്ലോയീസ് സംഘ് 8-ാം തീയതി പണിമുടക്കിലേക്ക് പോവുകയാണ്.
ഭരണപക്ഷ യൂണിയനായ CITUവും കോൺഗ്രസ് അനുകൂല TDFും സംയുക്തമായി ചീഫ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധിച്ചത്. കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് ആണെങ്കിൽ ഈ മാസവും 40 കോടി രൂപ KSRTCക്ക് വേണ്ടി നൽകി കഴിഞ്ഞു. എന്നിട്ടും പണം നൽകാൻ കഴിയാത്ത നിലയിലേക്ക് KSRTC തകർച്ചയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി മാനേജ്മെന്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ KSRTC തൊഴിലാളികൾക്ക് ശമ്പളവും അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത ആളുകൾക്കുള്ള പെൻഷനും അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഐക്യ സമരം രൂപപ്പെട്ടിട്ടുള്ളത്. BMS യൂണിയൻ തമ്പാനൂരിൽ പട്ടിണി സമരമിരുന്നു. വിഷുവിന് മുമ്പ് രണ്ടാം ഗഡു ശമ്പളം പ്രതീക്ഷിച്ച KSRTC ജീവനക്കാർക്ക് നിരാശയായിരുന്നു ഫലം. 230 കോടി രൂപ മാർച്ച് മാസം വരുമാനമായി ലഭിച്ചിട്ടും ജീവനക്കാർക്ക് ദുരിതം മാത്രമാണെന്നാണ് യൂണിയൻ ആക്ഷേപം. 15-ാം തീയതിക്ക് ശേഷമാണ് രണ്ടാം ഗഡു നൽകേണ്ടത്. സർക്കാർ ഫണ്ട് അനുവദിച്ചാൽ ശമ്പളം നൽകുമെന്ന് മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. സർക്കാർ സഹായമായി 50 കോടി രൂപ മാനേജ്മെന്റ് ചോദിച്ചെങ്കിലും ധനവകുപ്പ് ഇതുവരെയും തീരുമാനമെടുത്തില്ല. അത് കിട്ടിയാലേ ബാക്കി ശമ്പളം വിതരണം ചെയ്യാനാകൂ എന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക്. 7 മണിക്കൂർ 11 മിനിറ്റ് പിന്നിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് കണ്ണൂരിൽ. രാവിലെ 5:10 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് പരീക്ഷണയോട്ടം ആരംഭിച്ചത്. നേരത്തെ നിശ്ചയിച്ച സ്റ്റേഷനുകളിൽ 2 മിനിറ്റ് നിർത്തിയിട്ടായിരുന്നു യാത്ര. 12:21 കണ്ണൂരിലെത്തി. ട്രെയിൻ രാത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. 7 മണിക്കൂർ 11 മിനിറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തിയതോടെ സംസ്ഥാനത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനായി വന്ദേ ഭാരത് മാറി. നിലവിൽ ജനശതാബ്ദി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി കണ്ണൂരിലെത്താൻ 9 മണിക്കൂർ 35 മിനിറ്റ് എടുക്കും. രാജധാനി 7 മണിക്കൂർ 57 മിനിറ്റും എടുക്കുന്നു. പാളങ്ങളുടെ വളവുകൾ നിവർന്നതോടെ കൂടുതൽ വേഗം കൈവരിക്കാൻ വന്ദേ ഭാരതിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കിയതോടെ സംസ്ഥാനത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനായി വന്ദേ ഭാരത് മാറി. 7 മണിക്കൂർ 11 മിനിറ്റിലാണ് കണ്ണൂരിലെത്തിയത്. എന്നാൽ നിലവിൽ കേരളത്തിലോടുന്ന മറ്റു 4 ട്രെയിനുകളും ഒട്ടും പിന്നിലല്ല. $50 മിനിറ്റ് എടുത്താണ് വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തിയത്. എന്നാൽ കൊച്ചുവേളി കോബ്ര എക്സ്പ്രസ്, കൊച്ചുവേളി യശ്വന്ത്പൂർ ഗരീബ് രഥ്, കൊച്ചുവേളി ഹൂബ്ലി എക്സ്പ്രസ്, കൊച്ചുവേളി യശ്വന്ത്പൂർ AC എക്സ്പ്രസ് എന്നിവ 50 മിനിറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തും. കൊച്ചുവേളി മൈസൂരു എക്സ്പ്രസും രാജ്യറാണി എക്സ്പ്രസും 52 മിനിറ്റിൽ കൊല്ലത്തെത്തും. ട്രിവാൻഡ്രം നിസാമുദ്ദീൻ എക്സ്പ്രസ് 53 മിനിറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തും. വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളത്തെത്താൻ 3 മണിക്കൂർ 18 മിനിറ്റാണ് എടുത്തത്. അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് മറ്റു ട്രെയിനുകൾ എറണാകുളത്തെത്താൻ എടുക്കുന്ന സമയം വന്ദേ ഭാരതിൽ നിന്ന് വലിയ വ്യത്യാസമില്ല. ജനശതാബ്ദി ആലപ്പുഴ വഴി 3 മണിക്കൂർ 17 മിനിറ്റ് എടുത്താണ് എറണാകുളത്തെത്തുക. ജനശതാബ്ദി കോട്ടയം വഴി 4 മണിക്കൂർ 10 മിനിറ്റ് എടുക്കും. രാജധാനി ആലപ്പുഴ വഴി 3 മണിക്കൂർ 15 മിനിറ്റ് എടുത്താണ് എറണാകുളത്തെത്തുക. രാജ്യറാണി കോട്ടയം വഴി എറണാകുളത്തെത്താൻ 4 മണിക്കൂർ 10 മിനിറ്റ് എടുക്കും. മലബാർ എക്സ്പ്രസ് കോട്ടയം വഴി 5 മണിക്കൂർ 25 മിനിറ്റ്. വഞ്ചിനാട് എക്സ്പ്രസ് കോട്ടയം വഴി 5 മണിക്കൂർ 10 മിനിറ്റുമാണ് എറണാകുളത്തെത്താൻ എടുക്കുന്ന സമയം. വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എത്താനെടുത്ത സമയം 6 മണിക്കൂർ 7 മിനിറ്റാണ്. എന്നാൽ ജനശതാബ്ദി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി കോഴിക്കോട് എത്താനെടുക്കുന്ന സമയം 7 മണിക്കൂർ 5 മിനിറ്റാണ്. 7 മണിക്കൂർ 11 മിനിറ്റ് എടുത്താണ് വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തിയത്. മറ്റു ട്രെയിനുകളെ നോക്കുകയാണെങ്കിൽ ജനശതാബ്ദി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി കണ്ണൂരിലെത്താൻ 9 മണിക്കൂർ 35 മിനിറ്റ് എടുക്കും. രാജധാനി 7 മണിക്കൂർ 57 മിനിറ്റും എടുക്കുന്നു. നിലവിൽ മിനിറ്റുകളുടെ ലാഭമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് നൽകുന്നത്. ട്രാക്കുകളുടെ വളവുകൾ നിവർത്തുകയാണെങ്കിൽ മണിക്കൂറുകളുടെ ലാഭം വന്ദേ ഭാരത് നൽകും. കൂടാതെ മറ്റു ട്രെയിനുകളുടെ വേഗം കൂടുകയും ചെയ്യും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. BJP വിട്ട കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ കോൺഗ്രസിൽ ചേർന്നു. KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. ഹുബ്ബള്ളി ധാൻബാദ് മണ്ഡലത്തിൽ ഷെട്ടർ മത്സരിക്കും. ലിംഗായത്ത് സമുദായത്തിൽ നിന്നുള്ള ഷെട്ടാറിനെ പാർട്ടിയിൽ എത്തിച്ചത് ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ.
കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് രാജിവെച്ചു. ദേശീയ താൽപര്യത്തിനൊപ്പമുള്ള പുതിയ രാഷ്ട്രീയം സ്വീകരിക്കുമെന്നും പ്രതികരണം. പഞ്ചാബിലെ ബറ്റിൻഡ മിലിറ്ററി സ്റ്റേഷനിൽ നടന്ന വെടിവയ്പിൽ സൈനികർ പിടിയിൽ. മോഹൻ ദേശായിയാണ് പിടിയിലായത്. വ്യക്തിപരമായ കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സൂചന. പുൽവാമ ഭീകരാക്രമണം സംബന്ധിച്ച് ജമ്മുകാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തൽ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമെന്ന് എ റഹീം MP. നിശബ്ദത വെടിയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും റഹീം. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിന് നീക്കമെന്നാരോപിച്ച് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരം AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജും കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു.